ഹലോ എവ്രി വൺ, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. എല്ലാവരും അപ്പോൾ ഡിറ്റക്ഷൻ ടെക്നീക്സ് ഒക്കെ പഠിച്ചായിരുന്നോ? അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ഡിറ്റക്ഷൻ ടെക്നീക്സ് പഠിച്ചല്ലേ, കുറച്ച് അഡൾട്ടറിൻ്റെ ഏതൊക്കെയായിരുന്നു? മിൽക്കിൻ്റെയും അതേപോലെ സ്വീറ്റനിങ് ഏജൻസിൻ്റെയും ഓയിലിൻ്റെയും ഗീയുടെയൊക്കെ അഡൾട്ടറൻറ്റിനെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത കുറച്ച് അഡൾട്ടറൻറ്റിനെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആരുടെയാണ് നോക്കുന്നത്? നമ്മൾ സ്പൈസസിൻ്റെ ഡിറ്റക്ഷനാണ്. അതായത് സ്പൈസസിനകത്ത് അഡൾട്ടറൻറ്റ് വന്നാൽ എങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഡിറ്റക്ഷൻ ഓഫ് കോമൺ അഡൾട്ടറൻറ്റ് ഇൻ സ്പൈസസ് ആൻഡ് ദെയർ പ്രോഡക്ട്സ്. സ്പൈസസും അവരുടെ പ്രോഡക്ട്സിലും വരുന്ന കുറച്ച് കോമൺ അഡൾട്ടറൻറ്റിൻ്റെ ഡിറ്റക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചെയ്താലോ? സോ ഫസ്റ്റ് സ്പൈസ് എന്ന് പറയുന്നത് ബ്ലാക്ക് പെപ്പർ ആണേ. ബ്ലാക്ക് പെപ്പറിൽ വരുന്ന കോമൺ അഡൾട്ടറൻറ്റ് ഏതാണ്? പപ്പായ സീഡ്. നമ്മൾ പഠിച്ചതാണല്ലേ, എല്ലാവരും പഠിച്ചില്ലേ? അത് ബ്ലാക്ക് പെപ്പറിനകത്ത് വരുന്നതാണ് പപ്പായ സീഡ്സ്. അപ്പോൾ പപ്പായ സീഡ്സിനെ നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ നോക്കിയാൽ തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? ഒന്ന് നോക്കിക്കേ. പപ്പായ സീഡ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ എന്തായിരിക്കും? ഷ്രിങ്ക് ചെയ്തായിരിക്കും. അതായത് പെപ്പറിനെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ എന്തായിരിക്കും? ഷ്രിങ്ക് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. ഷ്രങ്കൺ ചെയ്തിട്ടായിരിക്കും എന്തിരിക്കുക? പപ്പായ സീഡ്സ് ഇരിക്കുന്നത്. അതേപോലെ അവരുടെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഓവൽ ഷേപ്പ് ആയിരിക്കും. പപ്പായ സീഡ്സ് നമ്മൾ ഇങ്ങനെ കുറച്ചൊരു ഓവൽ ഷേപ്പ് ആയിട്ടായിരിക്കും. നമ്മൾ പെപ്പർ ആണെങ്കിൽ കുറച്ചുകൂടെ റൗണ്ട് ഷേപ്പ് ആയിട്ടായിരിക്കും വരിക. മറ്റേത് കുറച്ചും കൂടെ ഒന്നൊരു ഓവൽ ഷേപ്പിലാണ് പപ്പായ സീഡ്സ് വരുന്നത്. ഓക്കെ, സോ ആ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ കളർ കുറച്ച് ഗ്രീനിഷ് ബ്രൗൺ കളർ ആയിരിക്കും പപ്പായ സീഡ്സിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലാക്ക് പെപ്പറിൽ നിന്ന് പപ്പായ സീഡ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് എന്താണ്? കണ്ടുകൊണ്ടാണ് കേട്ടോ എല്ലാം ഡിറ്റക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, നമുക്കത് ഷ്രങ്കഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. രണ്ട്, എന്തായിരിക്കും? ഓവൽ ഇൻ ഷേപ്പ് ആയിരിക്കും. മൂന്ന്, അതിൻ്റെ കളറിൽ കുറച്ച് ഡിഫറൻസ് കാണും. കളറിൽ കുറച്ച് ഡിഫറൻസ് വരാറുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്ന് ക്ലിയർ ആണല്ലോ. ബ്ലാക്ക് പെപ്പറിനകത്ത് എന്ത് വരുന്ന? ഇപ്പോൾ പപ്പായ സീഡ്സ് വരുന്ന സമയത്ത്. അതേപോലെ ചില ബ്ലാക്ക് പെപ്പറിനകത്ത് പപ്പായ അല്ലാതെ വേറെ ചിലപ്പോൾ ഈ ബ്ലാക്ക് പെപ്പറിൻ്റെ തന്നെ ചില കേട് പിടിച്ച സീഡ്സ് കാണും. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കേട് പിടിച്ചതായിട്ടുള്ള സീഡ്സ് കാണും. അങ്ങനെ വരുവാണെങ്കിൽ അവരെയും കൂടെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ എന്ത് ചെയ്യാം? വെള്ളത്തിൽ ഒഴിച്ച് നോക്കിയാൽ മതി. വെള്ളത്തിൽ ഒഴിക്കുമ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് പെപ്പർ സീഡ്സ് ഒക്കെ, അതായത് നല്ലതായിട്ടുള്ള ബ്ലാക്ക് പെപ്പർ സീഡ്സും ഒക്കെ എന്ത് പറ്റും? അതിങ്ങനെ താഴെ അങ്ങ് സെറ്റിൽ ഡൗൺ ചെയ്യും. കണ്ടോ? നല്ല കുരുമുളകൊക്കെ എന്ത് ചെയ്യും? താഴെ അങ്ങ് സെറ്റിൽ ഡൗൺ ചെയ്യും. ഇനി പപ്പായ സീഡ്സും അതേപോലെ അതിനകത്ത് കൊള്ളാത്തതായിട്ടുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിൽ പൊങ്ങി ഇങ്ങനെ കിടക്കും. ഓക്കെ, അപ്പം ഇതും അടുത്തൊരു ഡിറ്റക്ഷനാണ്. ഒന്ന്, പപ്പായ സീഡ്സിന്റെ ഡിറ്റക്ഷൻ നമുക്ക് അവരുടെ ഷേപ്പും സൈസും കളറും ഒക്കെ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യാം. രണ്ട്, എന്താണ്? വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടെസ്റ്റും ഓർത്ത് വെച്ചേക്കാം. ബ്ലാക്ക് പെപ്പറിനകത്തുള്ള പപ്പായ സീഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് പൗഡേർഡ് സ്പൈസസ് ആണ്. പൗഡേർഡ് സ്പൈസസ്. ഓക്കെ, സ്പൈസസ് ഏത് സ്പൈസസ് ആയാലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, ഇതിനകത്തൊക്കെ എന്താണ്? മല്ലിപ്പൊടിയിലൊക്കെ കൂടുതലും ഈ സോഡസ്റ്റ് ആഡ് ചെയ്യാറുണ്ട്, അറുക്ക് പൊടി ആഡ് ചെയ്യാറുണ്ട്. സോ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് പൗഡേർഡ് സ്പൈസസ് ആണ്. ഇവിടുത്തെ അഡൾട്ടറൻറ്റ് എന്ന് പറയുന്നത് സോഡസ്റ്റ് ആണ്. ഓക്കെ, സോഡസ്റ്റ് പൊടികളിൽ സ്പൈസസിനകത്ത്, പൗഡേർഡ് ആയിട്ടുള്ള സ്പൈസസിനകത്ത് സോഡസ്റ്റ് വന്നാൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? സിമ്പിൾ. വെള്ളം എടുക്കുക, അതിൻ്റെ മണ്ടയിലോട്ട് എന്ത് ചെയ്യുക? ഈ പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പം മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി ഇടുക, മല്ലിപ്പൊടി ആണെങ്കിൽ മല്ലിപ്പൊടി ഇടുക. ഓക്കെ, ഇഫ് അതിനകത്ത് സ്പൈസസ് എന്ത് ചെയ്യണം? ഓൾട്ടേർഡ് ആണെങ്കിൽ, അതായത് സോഡസ്റ്റ് ഉണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? ദാണ്ട് ഇതേപോലെ മുകളിൽ വന്നിങ്ങനെ കിടക്കും. കണ്ടോ? ഫ്ലോട്ട് ഓൺ ദ സർഫസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? അഡൾട്ടറേറ്റഡ് ആയിരിക്കും. അല്ലാത്തതാണെങ്കിൽ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ താഴോട്ട് ചെന്ന് സെറ്റിൽ ഡൗണും ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, പൗഡേർഡ് സ്പൈസസ്, ഏത് സ്പൈസസ് ആയാലും മുളക് പൊടിയിലോ മല്ലിപ്പൊടിയിലോ ഒക്കെ സോഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വാട്ടറിൻ്റെ മണ്ടയിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇഫ് അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനകത്ത് സോഡസ്റ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? സോഡസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി അടുത്ത നോക്കിക്കേ, ടർമറിക് പൗഡർ, മഞ്ഞൾ പൊടിക്കകത്ത്
മഞ്ഞൾ പൊടിയിൽ കോമൺ ആയിട്ടുള്ള ഒരു അഡൾട്ടറൻ്റ് ഏതാണ് നമ്മൾ പഠിച്ചത്? മെറ്റാലിൻ യെല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫുഡ് ടർമറിക് പൗഡറും അഡൾട്ടറൻറ്റ് മെറ്റാലിൻ യെല്ലോയും ആണ്. അപ്പോൾ ഇവരെ നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാമെന്ന് നോക്കാം. സോ നോക്കോ, ആദ്യം മഞ്ഞൾപ്പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കിയെടുക്കുക, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഡയറക്റ്റ് എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. എന്താണ് ആഡ് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ നോക്കിക്കേ, ടർമറിക് പൗഡർ മെറ്റാലിൻ യെല്ലോ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യും. അപ്പം മഞ്ഞൾപ്പൊടി നമുക്കറിയാം മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്, മെറ്റാലിൻ യെല്ലോയും മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ദാണ്ട് ഈ ഇമേജിൽ കാണുന്ന പോലെ അത് എന്ത് കളറാവും? പിങ്ക് അല്ലെങ്കിൽ ഒരു റെഡ് കളറായിട്ട് മാറും. മെയിനായിട്ട് പിങ്ക് കളറാണ് ഫോം ചെയ്യുക. പിങ്ക് കളർ ഫോം ചെയ്യാണ്. ഓക്കെ, പിങ്ക് കളർ പെട്ടെന്ന് ഫോം ചെയ്യും. പിങ്ക് കളർ പെട്ടെന്ന് ഫോം ചെയ്തിട്ട് ഞാൻ അതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഡയലൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കളർ അങ്ങ് മാഞ്ഞു പോവാന്ന് വെച്ചോ, കളറ് അങ്ങ് മാഞ്ഞു പോകും. സോ അതെന്തായിരിക്കും? മഞ്ഞൾ പൊടിയായിരിക്കും. ഓക്കെ, ഇൻ കേസ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടും ഇഫ് ദ കളർ, അതായത് ആ പിങ്ക് കളറ് മായുന്നില്ല, ഓക്കെ, മായുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും? ഇതേപോലെ ഇങ്ങനെ തന്നെ നിൽക്കുവാണെങ്കിൽ ഇതിനകത്ത് എന്തുണ്ടായിരിക്കും? മെറ്റാലിൻ യെല്ലോ കാണും. ഓക്കെ ആണോ? സോ മഞ്ഞൾ പൊടി എടുക്കുന്നു, അതിനകത്തോട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നു. ദെൻ ഇഫ് ദ കളർ ചേഞ്ചസ് ടു പിങ്ക്, ഇമീഡിയറ്റ് ആയിട്ട് പിങ്ക് ആവും. എന്നിട്ട് അതിനകത്ത് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുമ്പോൾ ആ പിങ്ക് ഡിസപ്പിയർ ചെയ്യുകയാണെങ്കിൽ, മാറിപ്പോവുകയാണെങ്കിൽ അതെന്താണ്? അൺഅൾട്ടേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് പ്യുവർ ആയിട്ടുള്ള മഞ്ഞൾ പൊടിയാണ്. ഇൻ കേസ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടും ഈ കളർ പിങ്ക് ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും? മെറ്റാലിൻ യെല്ലോ പോലത്തെ കളർ, നോൺ പെർമിറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടായിരിക്കും. കോൾട്ടാർ കളേഴ്സ് കാണും, ലൈക്ക് മെറ്റാലിൻ യെല്ലോ. മനസ്സിലായല്ലോ? സോ ദ പിങ്ക് കളർ പെർസിസ്റ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ദെൻ അതിനകത്ത് എന്തുണ്ടായിരിക്കും? മെറ്റാലിൻ യെല്ലോ കൊണ്ട് അഡൾട്ടറേറ്റഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ സാഫ്രൺ. സാഫ്രണിൽ എന്തൊക്കെയായിരിക്കും വരിക? നമ്മൾ ഓൾറെഡി കണ്ടാണ്. സാഫ്രണിനകത്ത് മെയ്സിന്റെ കോപ്സ് എന്താണ്? പൊടിച്ച് വെക്കാറുണ്ട്. മെയ്സൺ കോപ്സ് പൊടിച്ച് അതിന്റെ ടെൻഡ്രൽസ് ഇങ്ങനെ പൊടിച്ചതാണ്ട്, അല്ലെങ്കിൽ അതിങ്ങനെ ഉണക്കി വെക്കാറുണ്ട്. സാഫ്രൺ പോലെ കാണുമ്പോൾ സാഫ്രൺ പോലെ ഇരിക്കും, ആക്ച്വൽ സാഫ്രൺ അല്ല, അതെന്താണ്? മെയ്സ് കോപ്സ് ആണ്. ഓക്കെ, സോ ഇതിനെങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ സാഫ്രണിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് മെയ്സ് കോപ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഡിറ്റക്ഷൻ ഈസിയാണ്. ഒന്നാമത്തെ ടെസ്റ്റ്, രണ്ടെണ്ണം ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്കതൊന്ന് പൊട്ടിച്ചു നോക്കണം. ഓക്കെ, സാഫ്രൺ അല്ലെങ്കിൽ ആ എന്താണോ തന്നിരിക്കുന്നത് അതൊന്ന് ഒടിച്ചു നോക്കണം. ഇങ്ങനെ ഒടിച്ചു നോക്കുകയാണെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള, ഓക്കെ, ജെനുവിൻ സാഫ്രൺ ആണെങ്കിൽ വിൽ നോട്ട് ബ്രേക്ക് ഈസിലി. ആർട്ടിഫിഷ്യലി പെട്ടെന്ന് ഒടിഞ്ഞങ്ങ് പോകും. പക്ഷേ ജെനുവിൻ ആയിട്ടുള്ള സാഫ്രൺ ആണെങ്കിൽ ഒടിയില്ല. ഓക്കെ, പെട്ടെന്ന് അത് ഒടിയില്ല, കുറച്ചുകൂടെ ഒന്ന് ഫ്ലെക്സിബിൾ ആയിരിക്കും. സോ ജെനുവിൻ സാഫ്രൺ വിൽ നോട്ട് ബ്രേക്ക് ഈസിലി ലൈക്ക് ആർട്ടിഫിഷ്യൽ. അതാണ് ഒന്നാമത്തെ അങ്ങനെ ഒടിച്ചു നോക്കിയിട്ടുള്ള ടെസ്റ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ വാട്ടറിനകത്തോ എന്തെങ്കിലും നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ സാഫ്രൺ ആഡ് ചെയ്യാന്ന് വെച്ചോ. അതായത് മെയ്സ്കോപ്പ് ഷുഗറിൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷുഗർ സൊല്യൂഷൻ എടുക്കും, എന്നിട്ട് ഈ മെയ്സ്കോപ്പ് ഇതിനകത്തിടും, എന്നിട്ട് ആർട്ടിഫിഷ്യൽ കളറും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? ആർട്ടിഫിഷ്യൽ സാഫ്രൺ ആയിട്ട് മാറുന്നത്. സോ അതെന്തായിരിക്കും? നമ്മൾ ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് പെട്ടെന്ന് അങ്ങ് ബ്രേക്ക് ആവും. സോ ആർട്ടിഫിഷ്യൽ സാഫ്രൺ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പ്രിപ്പയർഡ് ബൈ സോക്കിംഗ് മെയ്സ്കോപ്പ് ഇൻ ഷുഗർ ആൻഡ് കളറിംഗ് ഇറ്റ് വിത്ത് കോൾട്ടാർ കളേഴ്സ്. ഓക്കെ, അങ്ങനെ വരുന്ന സാധനം എന്തായിരിക്കും? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാഫ്രൺ ആയിരിക്കും. അത് പെട്ടെന്ന് എന്ത് ചെയ്യും? പൊട്ടിപ്പോവും, ഇങ്ങനെ നുറുക്കി പോവും. നമ്മൾ പിടിക്കുന്ന സമയത്ത് അത് നുറുങ്ങി പോവും. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് നോക്കാം. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആർട്ടിഫിഷ്യൽ കളർ അല്ലേ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു വെള്ളം ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു മിൽക്കിനകത്തോ അല്ലെങ്കിൽ വെള്ളത്തിനകത്തോട്ടോ നമ്മൾ ഈ സാഫ്രൺ, ആർട്ടിഫിഷ്യൽ സാഫ്രൺ ഇടുവാണെങ്കിൽ ആ കളർ പെട്ടെന്ന് അങ്ങ് ഡിസോൾവ് ആവും. കളറ് പെട്ടെന്ന് ഈ വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ട് ഇതാ കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ മഞ്ഞ കളറായിട്ട് ഇങ്ങനെ ഇരിക്കും, കണ്ടോ? അതായത് പെട്ടെന്ന് ഡിസോൾവ് ആയിട്ട് ആ സാഫ്രൻ്റെ സ്റ്റിക്കില്ലേ, ആ സ്റ്റിക്കിന്റെ കളർ എന്തായിട്ട് മാറും? യെല്ലോ കളറായിട്ട് മാറും. ഇഫ് ഇറ്റ് ഇസ് ആർട്ടിഫിഷ്യൽ, അത് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ ഇതിന്റെ കളർ ഇങ്ങനെ ഡിസപ്പിയർ ചെയ്ത് വെള്ളത്തിൽ ആ കളർ അങ്ങ് പിടിക്കും. മനസ്സിലായോ? അപ്പോൾ ആ മെയ്സ്കോപ്പിൻ്റെ അകത്തുള്ള ആ കളർ എന്ത് പറ്റും?
ഒഴിച്ചൊഴിച്ച് ഈ വെള്ളത്തിനകത്തോട്ട് അങ്ങ് പോകും. അപ്പോൾ ആ മെയ്സ്കോപ്പിൻ്റെ ആ കളറ് ഡിമിനിഷ് ചെയ്ത് വരും. സോ അതാണ് അടുത്തൊരു ഡിറ്റക്ഷൻ ടെക്നിക്. വേറെ പ്യോർ സാഫ്രൺ ആണെങ്കിൽ അത് വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ചെയ്താലും അത് എന്ത് തന്നെ ആയിരിക്കും, ആ സാഫ്രൺ കളർ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. കാരണം ആ കളർ അതിനകത്ത് തന്നെ ഉള്ള സാധനമാണ് അല്ലേ. അപ്പോൾ അത് ഡിസോൾവ് ആവുകയാണെങ്കിലും അത് ആ കളറിൽ തന്നെ ആയിരിക്കും ഇരിക്കുക. അതേപോലെ എത്ര നേരം വെച്ചാലും ഈ കളർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. മറ്റേത് കുറച്ച് നേരം കളർ തരും, പിന്നെ അതങ്ങ് കളർ മാറുമല്ലേ. മാറിക്കഴിയുമ്പോൾ പിന്നെ കളറുണ്ടോ? ഇല്ല. സോ അതിന് ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്തിങ്ങനെ, അല്ലെങ്കിൽ ആസ് ലോങ് ആസ് അതിങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നത് വരെ കളർ കൊടുക്കാൻ പറ്റില്ല. സോ അതാണ് രണ്ടാമത്തെ ടെസ്റ്റ്. അപ്പോൾ ഒന്നാമത്തേത് നമ്മൾ ഒടിച്ചു നോക്കണം, രണ്ടാമത്തേത് നമ്മൾ വെള്ളത്തിൽ ഒന്ന് ഡിസോൾവ് ചെയ്യിച്ച് നോക്കുക. വെള്ളത്തിലിടുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ കളർ ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിസോൾവ് ചെയ്ത് അങ്ങ് പോവും, കംപ്ലീറ്റ് അങ്ങ് പോവും. വേറെ പ്യോർ സാഫ്രൺ ആണെങ്കിൽ അതിങ്ങനെ തന്നെ വരും. അതായത് കളർ കൊടുക്കുകയും ചെയ്യും, പിന്നെ എത്ര നേരം ഇട്ടാലും ആ കളർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് സാഫ്രൻ്റെ ഡിറ്റക്ഷൻ. ഇനി അടുത്ത് നോക്കിയേ, കോമൺ സോൾട്ട്. കോമൺ സോൾട്ടിനകത്ത് വരുന്നതാണ് ചോക്ക് പൗഡറാണ് മെയിനായിട്ടുള്ളൊരു അഡൾട്ടറൻറ്റ്. കോമൺ സോൾട്ടിൽ ചോക്ക് പൗഡറാണ് ഒരു കോമൺ അഡൾട്ടറൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിറ്റക്ഷന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം എടുക്കുക, അതിനകത്തോട്ട് ഈ പൗഡർ ആഡ് ചെയ്യുക, കോമൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റും, ഉപ്പ് വെള്ളത്തിൽ അങ്ങ് കലങ്ങും. ഇഫ് ചോക്ക് പൗഡർ ഉണ്ടെങ്കിൽ എന്ത് പറ്റും, അത് സെറ്റിൽ ഡൗൺ ചെയ്യും. സെറ്റിൽ ഡൗൺ ചെയ്യും. നമ്മൾ ഷുഗർ സൊല്യൂഷനിൽ കണ്ട പോലെ തന്നെ ചോക്കിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ സെറ്റിൽ ഡൗൺ. വൈറ്റ് എന്ത് ചെയ്യും, സെറ്റിൽ ഡൗൺ ചെയ്യും. ഓക്കെ, അതേ കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. ചോക്ക് പൗഡർ എന്ത് ചെയ്യും, സെറ്റിൽ ഡൗൺ ചെയ്യും. ഓക്കെ, അപ്പോൾ കോമൺ സോൾട്ടിനകത്ത് ചോക്ക് പൗഡർ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ സെറ്റിൽ ഡൗൺ. നെക്സ്റ്റ് വൺ, അയഡൈസ്ഡ് സോൾട്ട്. അതായത് അയഡിൻ ഉള്ള സോൾട്ടാണ്, അയഡൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അയഡിൻ ഉള്ള സോൾട്ടാണ്. അപ്പോൾ ഇതിനകത്ത് എന്ത് ആഡ് ചെയ്യാറുണ്ട്, ചിലപ്പം കോമൺ സോൾട്ടും കൂടെ മിക്സ് ചെയ്യാറുണ്ട്. ഓക്കെ, സോഡിയം അയഡൈഡിൻ്റെ കൂടെ എന്ത് വരും, സോഡിയം അയഡൈഡിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യും, സോഡിയം ക്ലോറൈഡും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാ നോക്കി, ഈ അയഡിൻ ഇല്ലേ, അയഡിൻ നമ്മൾ വേറെ എവിടെയോ യൂസ് ചെയ്തല്ലേ, എന്തിനാണ്, സ്റ്റാർച്ചിൻ്റെ ഡിറ്റക്ഷന് യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതേ കാര്യം നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയായിരുന്നു, നമ്മൾ സ്റ്റാർച്ചിനകത്തോട്ട് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ ബ്ലൂ കളറാകും. ഇവിടെ നമുക്ക് അയഡിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർച്ച് ഉള്ള ഏതെങ്കിലും സബ്സ്റ്റൻസിനകത്തോട്ട് ഈ അയഡിൻ ഒന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, ആ അയഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട് ഇട്ട് കൊടുക്കുക. ഇഫ് ഇറ്റ് ചേഞ്ചസ് അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഫോംസ് എ ബ്ലൂ കളർ, ഇതേപോലെ ഒരു ബ്ലൂ കളർ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും, അയഡിൻ ഉണ്ടായിരിക്കും. അയഡിൻ ഉള്ളതുകൊണ്ടാണ് ആ ബ്ലൂ കളറ് വരുന്നത്. അയഡിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ആ ബ്ലൂ കളറ് വരുന്നത്. കോമൺ സോൾട്ട് ആണെങ്കിൽ അതിനകത്ത് എന്താവില്ല, ആ ബ്ലൂ കളറ് വരില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. സോ ആദ്യം ഒരു പൊട്ടറ്റോ എടുക്കുക. പൊട്ടറ്റോ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സോൾട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലെമൺ ജ്യൂസും കൂടെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം വെച്ചേക്കുമ്പോൾ ഇഫ് ഇറ്റ് ഫോംസ് എ ബ്ലൂ കളർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും, അയഡൈസ്ഡ് സോൾട്ട് ആയിരിക്കും. ബ്ലൂ കളറില്ലെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും, അത് കോമൺ സോൾട്ട് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അയഡൈസ്ഡ് സോൾട്ടും കോമൺ സോൾട്ടും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർച്ച് ആണ് യൂസ് ചെയ്യുക. സ്റ്റാർച്ച് കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ് എടുത്താൽ മതി, ലൈക്ക് പൊട്ടറ്റോ പ്ലസ് ലെമണും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അയഡൈസ്ഡ് സോൾട്ടും കോമൺ സോൾട്ടിനെയും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, അത് അയഡൈസ്ഡ് ആണോ അല്ലെങ്കിൽ ഇത് കോമൺ ആണോ എന്നറിയാൻ വേണ്ടി വി ക്യാൻ യൂസ് ദിസ് ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അസഫോയിറ്റിഡ. അസഫോയിറ്റിഡ എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ കായം, ഹിഞ്ച് എന്ന് പറയും കായം. കായത്തിനകത്ത് ഫോറിൻ റെസിൻസും കൂടെ അവർ ആഡ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടി ഫോറിൻ റെസിൻസും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഒന്ന് കത്തിച്ച് നോക്കിയാൽ മതി. അസഫോയിറ്റിഡ ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് കത്തിച്ച് നോക്കുക. കത്തിക്കുമ്പം അസഫോയിറ്റിഡ അല്ലെങ്കിൽ ഹിഞ്ച് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ബേൺ ചെയ്യും, പെട്ടെന്ന് അങ്ങ് ബേൺ ചെയ്യും. ഓക്കെ, കർപ്പൂരം കത്തുന്ന പോലെ നിന്ന് കത്തും. അതായത് ഇതിനകത്ത് കാണുന്ന പോലെ കർപ്പൂരം നമ്മൾ കത്തിക്കുമ്പോൾ എങ്ങനെയാണ് കത്തുന്നത്, അതേപോലെ നിന്ന് കത്തും. ആര്, ഹിഞ്ച്. ഓക്കെ, ഹിഞ്ച് ഇതേപോലെ നിന്ന് കത്താണ് ചെയ്യുക. വേറസ് അതിനകത്ത് അഡൾട്ടറൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെസിൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ കത്തില്ല. ഓക്കെ, സോ പ്യുവർ ഹിഞ്ച് ആണെങ്കിൽ ഇറ്റ് വിൽ ബേൺ ലൈക്ക് ക്യാംഫർ. അഡൾട്ടറേറ്റഡ് ആണെങ്കിൽ അതൊരു ബ്രൈറ്റ് ഫ്ലെയിം ഒന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ അസഫോയിറ്റിഡ
ഹിഞ്ച് എന്ന് പറയുന്നത് എന്താണ്? കായമാണ്. കായത്തിന്റെ പൊടി എടുത്തിട്ട് നമ്മളൊന്ന് കത്തിച്ച് നോക്കുമ്പം കംപ്ലീറ്റ് ആയിട്ട് അത് കത്തുകയാണെങ്കിൽ അതെന്തായിരിക്കും? പ്യുവർ ആയിട്ടുള്ള കായമാണ്. കത്തുന്നില്ലെങ്കിൽ അത് അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള കായമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വോൾ ടർമറിക്. അതായത് നമ്മൾ മഞ്ഞളിന്റെ ഇല്ലേ, മഞ്ഞൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മഞ്ഞൾ, പൗഡർ അല്ലാത്ത മഞ്ഞൾ എടുക്കാണ്. ഓക്കെ, നമ്മൾ വാങ്ങിക്കില്ലേ? അപ്പോൾ പച്ചമഞ്ഞളൊക്കെ നമ്മൾ വാങ്ങും. ചില സമയത്ത് അതിനകത്ത് ആ മഞ്ഞ കളർ നല്ല മഞ്ഞ കളറാക്കാൻ വേണ്ടി ലെഡ് ക്രോമേറ്റും കൂടെ ഡിപ്പ് ചെയ്ത് വെക്കാറുണ്ട്. ലെഡ് ക്രോമേറ്റ്. അപ്പോൾ അതാണ് അവിടുത്തെ അഡൾട്ടറന്റ്. അപ്പം ഹോൾ ടർമറിക്കിൽ വരുന്ന, അപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് ഹോൾ ടർമറിക് ആണ്. സോ അതിനകത്ത് വരുന്ന അഡൾട്ടറന്റ് എന്ന് പറയുന്നത് ലെഡ് ക്രോമേറ്റ് ആണ്. ലെഡ് ക്രോമേറ്റ് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഇത് ഡിറ്റക്ട് ചെയ്യാം? ഈസിയാണ്. മഞ്ഞൾ എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക, അതിനകത്തോട്ട് മഞ്ഞൾ ഇടുക. മഞ്ഞൾ ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് പറ്റും? മഞ്ഞൾ അങ്ങനെ തന്നെ അങ്ങ് കിടക്കത്തേ ഉള്ളൂ, കളർ പുറത്തേക്ക് വരില്ല. നമ്മൾ പൊടിക്കുവാണെങ്കിൽ ആ മഞ്ഞ കളറ് അതുമായിട്ട് മിക്സ് ആവും. പക്ഷേ ഈ ലെഡ് ക്രോമേറ്റ് എന്ന് പറയുമ്പോൾ യെല്ലോ കളറല്ലേ, അതിൽ മുക്കിയെടുത്ത മഞ്ഞളാണെങ്കിൽ എന്ത് പറ്റും? വെള്ളത്തിൽ വെക്കുന്ന സമയത്ത് ആ ലെഡ് ക്രോമേറ്റ് അതിൽ നിന്ന് ഡിസോൾവ് ആകും. സോ ഒരു മഞ്ഞ കളറ് സൊല്യൂഷൻ, ഒരു വാട്ടറിനകത്ത് ഒരു മഞ്ഞ കളറ് ഇതേപോലെ ഉണ്ടാക്കും. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ലെഡ് ക്രോമേറ്റ് കൊണ്ട് അത് ഡിപ്പ് ചെയ്ത് വെച്ചേക്കാണ്, മഞ്ഞ കളറ് വെച്ചേക്കാണ്. സോ പ്യുവർ ടർമറിക് ആണെങ്കിൽ വിൽ നോട്ട് ലീവ് എനി കളർ. അഡൾട്ടറേറ്റഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? ആ ഒരു ബ്രൈറ്റ് കളറ് നമുക്ക് ആ സൊല്യൂഷനകത്ത് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ പ്യുവർ ആയിട്ടുള്ള മഞ്ഞൾ ആണെങ്കിൽ ഇങ്ങനെ വെള്ളം ആ വാട്ടറിൻ്റെ അതേപോലെ തന്നെ ഇരിക്കും, ട്രാൻസ്പെറൻ്റ് ആയിട്ട്. വെറസ് അഡൾട്ടറേറ്റഡ് ആണെങ്കിൽ ഇതെന്ത് ചെയ്യും? ആ ഒരു യെല്ലോ കളർ അതിനകത്ത് വരും. നെക്സ്റ്റ് വൺ, ഡിറ്റക്ഷൻ ഓഫ് അഡൾട്ടറന്റ് ഇൻ ബിവറേജസ്. അപ്പോൾ നമ്മൾ സ്പൈസസ് കഴിഞ്ഞു, ഇനി ബിവറേജസിൽ വരുന്ന അഡൾട്ടറന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബിവറേജസിൽ വരുന്നത് നോക്കിക്കേ, കോഫി പൗഡർ ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. കോഫി പൗഡറിനകത്ത് ചിലപ്പം ക്ലേ ആഡ് ചെയ്യാറുണ്ട്. എന്താ ആഡ് ചെയ്യും? ക്ലേ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കോഫി പൗഡർ എടുക്കുക, എന്നിട്ട് ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് എടുത്തിട്ട് തന്നെ നമ്മൾ അതിനകത്തോട്ട് കോഫി പൗഡർ ഇടുക. ഓക്കെ, എന്നിട്ട് ഒന്ന് കലക്കുക. തണുത്ത വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു കലക്കിയിട്ടൊന്ന് അനക്കാതെ വെക്കാം. കോഫി പൗഡർ നമുക്കറിയാം, നമ്മൾ ചൂടുവെള്ളത്തിൽ കലക്കുകയാണെങ്കിലാണ് അത് നന്നായിട്ട് ഡിസോൾവ് ആവുന്നത് അല്ലേ, അല്ലെങ്കിൽ അത് മുകളിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ കോഫി പൗഡർ എന്ത് ചെയ്യും? മുകളിൽ ഇങ്ങനെ തന്നെ കിടക്കും. ഇഫ് അതിനകത്ത് ക്ലേ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഇതേപോലെ സെറ്റിൽ ഡൗൺ ചെയ്യും. ക്ലേ പാർട്ടിക്കിൾസ് ഇങ്ങനെ കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ ക്ലേ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പം ഇങ്ങനെ താഴെ ഒരു ലെയറായിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കോഫി പൗഡർ അഡൾട്ടറേറ്റഡ് ആണ്. അല്ലെങ്കിൽ പ്യുവർ ആണെങ്കിൽ ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ മുകളിൽ പൊങ്ങി നിൽക്കും. ഓക്കെ, ചൂടുവെള്ളം ആകുമ്പോഴാണ് അത് ഡിസോൾവ് ആവുന്നത് നന്നായിട്ട്. ഓക്കെ, സോ കോഫി പൗഡർ ക്ലേ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗ്ലാസ് ഓഫ് വാട്ടറിൽ അത് ആഡ് ചെയ്ത് നോക്കും. സോ ക്ലേ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? സെറ്റിൽ ഡൗൺ ചെയ്യും. ക്ലേ പാർട്ടിക്കിൾസ് നേരെ സെറ്റിൽ ഡൗൺ ചെയ്യും. കണ്ടോ? അപ്പം ഇങ്ങനെയാണ് അത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ക്ലേയുടെ ഡിറ്റക്ഷൻ ഇങ്ങനെയാണ്. ഇനി അടുത്ത ചിക്കോരി പൗഡർ, അതൊരു വേരാണ് കേട്ടോ, ഒരു മരത്തിൻ്റെ വേരാണ്. അപ്പം അത് പൊടിച്ചിട്ട് ഒരു ബ്രൗൺ കളറാണ് വരുന്നത് കേട്ടോ. അപ്പം അത് പൊടിച്ചിട്ട് എന്ത് ചെയ്യും? കോഫി പൗഡറിനകത്ത് മിക്സ് ചെയ്യാറുണ്ട്. ചിക്കോരി പൗഡർ അതൊരു അഡൾട്ടറൻ്റ് ആണ് കോഫിയിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നേരത്തെ ചെയ്ത അതേ ടെക്നിക്ക് ചെയ്താൽ മതി. എന്താ ചെയ്യുക? ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിനകത്ത് വെള്ളം എടുക്കുക, എന്നിട്ട് അതിനകത്തോട്ട് കോഫി പൗഡർ ആഡ് ചെയ്യാം. അപ്പോൾ കോഫി പൗഡർ എന്ത് ചെയ്യും? മുകളിൽ ഇങ്ങനെ കിടക്കും. ഓക്കെ, മുകളിൽ ഇങ്ങനെ കിടക്കുക തന്നെ ചെയ്യും. നേരത്തെ പോലെ തന്നെ മുകളിൽ ഇങ്ങനെ കിടക്കും. വേറെ ചിക്കോരി പൗഡർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് ചെയ്യാൻ തുടങ്ങും. ഇതേപോലെ കളറും തരുകയും ചെയ്യും, താഴോട്ട് പോവാനും തുടങ്ങും. ഓക്കെ, അപ്പോൾ അതാണ് കോഫിയിൽ ചിക്കോരി പൗഡർ ഉണ്ടെങ്കിൽ. അപ്പോൾ ചിക്കോരി പൗഡർ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ചിക്കോരി പൗഡർ ബിഗിൻസ് ടു സിങ്ക്. കോഫി പൗഡർ എന്ത് ചെയ്യും? ഫ്ലോട്ട് ഓവർ ദ വാട്ടർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഡിറ്റക്ഷൻ ചെയ്യാം. ഇനി ടീ പൗഡർ ഉണ്ട്. അടുത്ത ഒരു ബിവറേജിൽ വരുന്നതാണ് ടീ പൗഡർ. ടീ പൗഡറിൽ എന്താണ് കോമൺ ആയിട്ട് കാണുന്ന ഒരു അഡൾട്ടറൻറ്റ്? അയൺ ഫില്ലിങ്സ്. അയൺ ഫില്ലിങ്സ് കാണാറുണ്ട്. ടീ പൗഡറിൽ അയൺ ഫില്ലിങ്സ് വരാറുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? അയൺ അല്ലേ, അപ്പോൾ നമ്മൾ മാഗ്നറ്റ് അടുത്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ടീ പൗഡറിനെ നമ്മളൊരു പ്ലേറ്റിനകത്തോട്ട് ഇടുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മണ്ടയിലായിട്ടൊരു മാഗ്നറ്റ് പ്ലേസ് ചെയ്യുക.
മാഗ്നറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിലേക്ക് എന്ത് പറ്റും, ഈ അയൺ ഫില്ലിങ്സ് വന്ന് ക്ലിഞ്ച് ചെയ്യും. കണ്ടോ, ക്ലിഞ്ച് ചെയ്ത് ഇരിക്കും. സോ അങ്ങനെ നമുക്ക് അയൺ ഫില്ലിങ്സ് ഉണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ ആണല്ലോ. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ടീ പൗഡറിൽ അയൺ ഫില്ലിങ്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ യൂസ് മാഗ്നറ്റ് ഫോർ ദ ഡിറ്റക്ഷൻ. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ ടീ പൗഡറിൽ അയൺ ഫില്ലിങ്സ് മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലുള്ള അഡൾട്ടറൻ്റ് ആണ് നമ്മളിനി നോക്കുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ബിവറേജസിൽ നോക്കി, സ്പൈസസിൽ നോക്കി. ഇനി നമുക്ക് എന്തിൽ നോക്കാം, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ വരുന്നത് നോക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ കൂടുതലും ഈ നമ്മൾ എന്താ ചെയ്യാം, കളർ, അതായത് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി, അതായത് ഉണങ്ങാതിരിക്കാനോ വാടാതിരിക്കാനോ ഒക്കെ നമ്മൾ ബ്രൈറ്റ് കളറായിട്ടിരിക്കാൻ വേണ്ടി കളർ മുക്കിയെടുക്കും. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അഡൾട്ടറേഷൻ എന്ന് പറയുന്നത്. ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ വാക്സ് കോട്ടിങ് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താണ് കളറിൽ മുക്കി ഡിപ്പ് ചെയ്ത് വെക്കുക, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന അഡൾട്ടറൻറ്റ്. അപ്പോൾ അതിൽ കളർ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഗ്രീൻ വെജിറ്റബിൾസിലൊക്കെ മാലക്കൈറ്റ് ഗ്രീൻ ആണ് അഡൾട്ടറൻ്റ് ആയിട്ട് വരിക. ആ ഗ്രീൻ കളറായിരിക്കും അവർ ഡിപ്പ് ചെയ്തെടുക്കുന്നത്, മാലക്കൈറ്റ് ഗ്രീൻ. ഇപ്പം ഗ്രീൻ വെജിറ്റബിൾസിൽ മാലക്കൈറ്റ് ഗ്രീൻ ആണ് വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോട്ടൺ എടുക്കുക, കോട്ടണിൽ ഇച്ചിരി വെള്ളം ഒന്ന് മുക്കിയെടുത്തിട്ട് ആ കോട്ടൺ കൊണ്ട് എന്ത് ചെയ്യാം, ആ വെജിറ്റബിളിൽ ഒന്ന് സ്ക്രബ് ചെയ്യാം. ഓക്കെ, ഒന്ന് റബ്ബ് ചെയ്യോ സ്ക്രബ് ചെയ്യോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ആ കോട്ടണിനകത്തോട്ട് എന്ത് വരും, ഈ ഗ്രീൻ കളറ് വരും. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ആ മാലക്കൈറ്റ് ഗ്രീനിൽ മുക്കിയെടുത്ത വെജിറ്റബിൾ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ ആണല്ലോ. സോ ഗ്രീൻ വെജിറ്റബിൾ മാലക്കൈറ്റ് ഗ്രീൻ വരുമ്പോൾ നമ്മൾ കോട്ടൺ യൂസ് ചെയ്യാം. കോട്ടൺ ഒന്നെങ്കിൽ വാട്ടറിൽ ഡിപ്പ് ചെയ്തത്, അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് ഓയിലിൽ ഡിപ്പ് ചെയ്ത ഒരു കോട്ടൺ എടുക്കുക, അത് വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് നോക്കുക സർഫസ്. അപ്പോൾ ആ കോട്ടണിൽ ആ ഗ്രീൻ കളർ വരികയാണെങ്കിൽ അതെന്താണ്, കളർ മുക്കിയെടുത്ത വെജിറ്റബിൾ ആണെന്ന് മനസ്സിലാവും. ക്ലിയർ ആണല്ലോ. സോ അതാണ് ഡിറ്റക്ഷൻ ഓഫ് അഡൾട്ടറൻറ്റ് ഇൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇത് ഫ്രൂട്ട്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വൺ, സ്വീറ്റ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോയിൽ ആ ഒരു പിങ്കിഷ് ഒരു കളറില്ലേ, അത് തരുന്നത് റോഡാമിൻ ബി എന്ന് പറയുന്ന ഒരു കളർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഒരു ഡൈ യൂസ് ചെയ്തിട്ടാണ്, റോഡാമിൻ ബി എന്ന് പറയുന്ന ഒരു ഡൈ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു കളർ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഡിപ്പ് ചെയ്തെടുത്തിട്ട്. സോ അതും കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ടെക്നിക്ക് തന്നെയാണ്. കോട്ടൺ എടുക്കുക, കോട്ടൺ ബോളിനകത്ത് ഒന്നെങ്കിൽ വെള്ളത്തിൽ മുക്കുക, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിൽ മുക്കുക, എന്നിട്ടൊന്ന് റബ്ബ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ കളർ ഇതിനകത്തോട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, അഡൾട്ടറേറ്റഡ് ആണ്. കണ്ടോ, ഇഫ് ദ കോട്ടൺ അബ്സോർബ് കളർ, അതെന്തായിരിക്കും, റോഡാമിൻ ബി കൊണ്ട് അഡൾട്ടറേറ്റഡ് ആണ്. ക്ലിയർ ആണല്ലോ. ഇത്രയേ ഉള്ളൂ നമുക്ക് മെയിൻ ആയിട്ടുള്ള അഡൾട്ടറേഷൻ ആൻഡ് ഡിറ്റക്ഷനിൽ വരുന്നത്. നമ്മൾ എന്തൊക്കെയാണ് നോക്കിയാൽ, ഇന്ന് നമ്മൾ നോക്കിയത് സ്പൈസസും അതേപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ ഒക്കെയാണ്. സ്പൈസസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഓക്കെ, അപ്പോൾ അതിൽ പിന്നെ ബിവറേജസിൻ്റെ ടീ ആൻഡ് കോഫി. അപ്പോൾ അതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്സ് ആണ് ഇതിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ സ്പൈസസ് ആയാലും അതേപോലെ ബിവറേജസ് ആയാലും അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ വെജിറ്റബിൾസിൻ്റെ ആയാലും ഡിറ്റക്ഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മതി നമുക്ക്. മെയിനായിട്ടും ഇത്രയും അഡൾട്ടറൻറ്റും അതിൻ്റെ ഡിറ്റക്ഷനും മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ഇതിൽ കൂടുതൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ബേസ് ചെയ്തിട്ട് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ പപ്പായ സീഡ്സ് മിക്സ്ഡ് വിത്ത് ബ്ലാക്ക് പെപ്പർ? പപ്പായ സീഡ്സിൽ ബ്ലാക്ക് പെപ്പർ മിക്സ്ഡ് ആണെങ്കിൽ ഏത് ക്യാരക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുക? റൗണ്ട് ഷേപ്പ്, ഓവൽ ഷേപ്പ് ആൻഡ് ഗ്രീനിഷ് ബ്രൗൺ ഓർ ബ്രൗണിഷ് ബ്ലാക്ക് കളർ, ഹാർഡ് ടെക്സ്ചർ, സ്വീറ്റ് ടേസ്റ്റ്. ഇതിൽ ഏത് ഫീച്ചർ വെച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് പപ്പായ സീഡിനെ ഡിറ്റക്ട് ചെയ്യുന്നത്? ഏത് ഫീച്ചർ വെച്ചിട്ടാണ്? ഓവൽ ഷേപ്പാണ്. പപ്പായ സീഡ്സിന് ഓവൽ ഷേപ്പാണ്, അതേപോലെ ഗ്രീനിഷ് ബ്രൗൺ ഓർ ബ്രൗണിഷ് ബ്ലാക്ക് കളറാണ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ഡിറ്റക്ട് സോഡസ്റ്റ് ഇൻ പൗഡേർഡ് സ്പൈസസ്? പൗഡേർഡ് സ്പൈസസിൽ നമുക്ക് സോഡസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അറക്കുപൊടി. ബേൺ ദ സ്പൈസസ്, സ്പ്രിങ്കിൾ ദ സ്പൈസസ് ഓൺ വാട്ടർ, മിക്സ് വിത്ത് ആൽക്കഹോൾ, ആഡ് ടു വിനെഗർ. എങ്ങനെ ചെയ്യാം? നമ്മൾ കണ്ടു അല്ലേ, വാട്ടറിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്ത് പറ്റും, ഇഫ് അതിനകത്ത് സോഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് വാട്ടറിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. സോ സ്പ്രിങ്കിൾ ദ സ്പൈസസ് ഓൺ വാട്ടർ. അപ്പോൾ ഈ സോഡസ്റ്റ് ആണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, സോഡസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വാട്ട് കളർ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് മെറ്റാലിൻ യെല്ലോ ഇൻ ടർമറിക് പൗഡർ ആഫ്റ്റർ ആഡിങ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ മെറ്റാലിൻ യെല്ലോ ഉണ്ടെങ്കിൽ അത് ഏത് കളറാണ് തരുന്നത്? ഓക്കെ, നോക്കാം. ബ്ലൂ, പിങ്ക് ദാറ്റ് ഡിസപ്പിയർ ഓൺ ഡയലൂഷൻ, ഗ്രീൻ, റെഡ് ദാറ്റ് പേഴ്സിസ്റ്റ്. എന്താണ് പറ്റുക? നമ്മൾ പറഞ്ഞിരുന്നു യെല്ലോ അല്ലെങ്കിൽ ടർമറിക് പൗഡർ എടുത്ത് അതിനകത്ത് HCl ആഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഗിവ്സ് എ പിങ്ക് കളർ. പക്ഷെ അതിനകത്തോട്ട് ഞാൻ എന്ത് ആഡ് ചെയ്യുമ്പോൾ വാട്ടർ അല്ലെങ്കിൽ ഡയലൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പിങ്ക് എന്തായിട്ട് മാറും? നോർമൽ കളർ അല്ലെങ്കിൽ ഡിസപ്പിയർ ചെയ്യും. പിങ്ക് കളർ ഡിസപ്പിയർ ചെയ്യും. ഓക്കെ, അത് പ്യുവർ ആണെങ്കിൽ. ഇഫ് ഇറ്റ് ഇസ് ഇംപ്യുവർ അല്ലെങ്കിൽ മെറ്റാലിൻ യെല്ലോ അതിനകത്തുണ്ടെങ്കിൽ എന്ത് പറ്റും? ആ കളർ, ആ റെഡ് കളർ, ആ പിങ്ക് കുറച്ചും കൂടെ ഒരു റെഡ് കളറായിട്ട് വരികയും അത് പേഴ്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പേഴ്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ റെഡ് ദാറ്റ് പേഴ്സിസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ ടർമറിക് പൗഡറിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് അതിനകത്ത് മെറ്റാലിൻ യെല്ലോ ഉണ്ടെങ്കിൽ ദാറ്റ് കളർ വിൽ പേഴ്സിസ്റ്റ്. കളർ എന്ത് ചെയ്യും? പേഴ്സിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ യു ഡിസ്റ്റിങ്ക്വിഷ് ജെനുവിൻ സാഫ്രൺ ഫ്രം ആർട്ടിഫിഷ്യൽ സാഫ്രൺ? ജെനുവിൻ സാഫ്രണിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ സാഫ്രണിൽ നിന്ന് എങ്ങനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും? ജെനുവിൻ സാഫ്രൺ ഈസ് സ്വീറ്റ്. ജെനുവിൻ സാഫ്രൺ ഡിസോൾവ്സ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. Genuine saffron does not break easily and continues to give color in water. Genuine saffron has a bitter taste. അപ്പോൾ ജെനുവിൻ സാഫ്രണിന്റെ കാര്യം സ്വീറ്റ് ആണ്. ഓക്കെ, അത് ആർട്ടിഫിഷ്യലും സ്വീറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ജെനുവിൻ സാഫ്രൺ ഡിസോൾവ്സ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. വാട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിസോൾവ് ചെയ്ത് പോവുമോ? ഇല്ല. ജെനുവിൻ സാഫ്രൺ എന്ത് ചെയ്യുള്ളൂ? കുറേശ്ശെ കളർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും, കളർ കൊടുക്കുമെങ്കിലും അത് പിന്നെയും കൊടുക്കും. ആ സാഫ്രൺ അങ്ങ് കളറൊന്നും മാറത്തില്ല. അത് എത്ര നേരം വെള്ളത്തിലിട്ടാലും എത്ര വട്ടം ഇട്ടാലും ആ കളർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതേപോലെ ഇറ്റ് ഡസ് നോട്ട് ബ്രേക്ക് ഈസിലി. ഡസ് നോട്ട് ബ്രേക്ക് ഈസിലി എന്ന് പറയുന്നുണ്ട്. പിന്നെ സാഫ്രൺ ബിറ്റർ ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? ജെനുവിൻ സാഫ്രൺ ഡസ് നോട്ട് ബ്രേക്ക് ഈസിലി ആൻഡ് കണ്ടിന്യൂസ് ടു ഗിവ് കളർ ഇൻ വാട്ടർ. ഓക്കെ, അപ്പോൾ അതാണ് ജെനുവിൻ സാഫ്രണിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ജെനുവിൻ സാഫ്രണിൽ ഒരു പോയിന്റ് ഓർക്കണം. ആർട്ടിഫിഷ്യൽ സാഫ്രൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിച്ചേക്കാം. ആർട്ടിഫിഷ്യൽ സാഫ്രണിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഓർത്തിച്ചേക്കുക. എങ്ങനെയാണ്? നമ്മൾ മെയ്സിൻ്റെ കോവ് എടുക്കും, എന്നിട്ട് അത് ഷുഗറിൽ ഡിപ്പ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? കളറ് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാഫ്രൺ ഉണ്ടാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയാണ് ആർട്ടിഫിഷ്യൽ സാഫ്രൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്ത് പറ്റും? കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിസോൾവ് ആകും. കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയിട്ട് ആ കളർ എപ്പോഴും കൊടുക്കില്ല. ആ കളർ പെട്ടെന്ന് അങ്ങ് മാറും. ഡിസോൾവ് ആയി കഴിയുമ്പോൾ ഇതിനകത്ത് കളർ മിക്സ് ചെയ്തല്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ കളർ കംപ്ലീറ്റ് പോയി കഴിയുമ്പം ഇതിൻ്റെ കളർ അങ്ങ് ചേഞ്ച് ആവും. ഒരു യെല്ലോ കളറിലോട്ട് പിന്നെയും തിരിച്ചു വരും. പക്ഷെ ഒറിജിനൽ സാഫ്രൺ അങ്ങനെ പറ്റുമോ? ഇല്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കളർ കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. What indicates the presence of chalk powder in common salt? കോമൺ സോൾട്ടിൽ chalk പൗഡറിൻ്റെ പ്രസൻസ് എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സൊല്യൂഷൻ ബിക്കം ക്ലിയർ, സൊല്യൂഷൻ ബിക്കം വൈറ്റ് ആൻഡ് ഇമ്പ്യൂരിറ്റീസ് സെറ്റിൽ ഡൗൺ, സൊല്യൂഷൻ ടേൺസ് യെല്ലോ, നോ ചേഞ്ച്. നോക്കിയേ, സൊല്യൂഷൻ ബിക്കം ക്ലിയർ. അതായത് നമ്മൾ കോമൺ സോൾട്ട് എടുത്തിട്ട് കലക്കുന്ന സമയത്ത് സൊല്യൂഷൻ ക്ലിയർ ആവുമെന്ന് chalk പൗഡർ ഉണ്ടെങ്കിൽ. അല്ല, അപ്പം അത് റോങ് ആണ്. സൊല്യൂഷൻ ബിക്കം വൈറ്റ്. സൊല്യൂഷൻ എന്തായിട്ട് മാറും? വൈറ്റ് ആവുകയും അതേപോലെ ആ ഇമ്പ്യൂരിറ്റി chalk പൗഡർ എന്ത് ചെയ്യും? താഴെ ഇങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. സോ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് കളർ ചേഞ്ച് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് അയഡൈസ്ഡ് സോൾട്ട്? അയഡൈസ്ഡ് സോൾട്ടിൻ്റെ പ്രസൻസ് നമുക്ക് എങ്ങനെ ഏത് കളറാണ് തരുന്നത്? വെൻ ആഡഡ് ടു പൊട്ടറ്റോ ആൻഡ് ലെമൺ ജ്യൂസ്. അതായത് നമ്മൾ അയഡൈസ്ഡ് സോൾട്ട് എടുത്ത് പൊട്ടറ്റോയിലും അതേപോലെ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുമ്പം ഇവിടെ ഒരു കളർ ചേഞ്ച് വരും. ആ കളർ ഏത് കളറാണ്? റെഡ്, ഗ്രീൻ, ബ്ലൂ, നോ കളർ ചേഞ്ച്. ഏതാണ്? അയഡൈസ്ഡ് സോൾട്ട്, പൊട്ടറ്റോ എന്താണ്? സ്റ്റാർച്ച് കണ്ടെയ്നിങ് ഒരു കോമ്പൗണ്ട് ആണ്. ഇവിടെ അയഡിൻ ഉണ്ട്. സോ അത് ഏത് കളർ തരും? ബ്ലൂ കളർ ആയിരിക്കും നമുക്ക് തരാം. ബ്ലൂ കളർ ആയിരിക്കും തരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ യു ഡിറ്റക്ട് ഫോറിൻ റെസിൻ ഇൻ അസഫോയിറ്റിഡ അല്ലെങ്കിൽ ഹിഞ്ച്? അസഫോയിറ്റിഡ കായം അല്ലെങ്കിൽ ഹിഞ്ചിനകത്ത് ഫോറിൻ റെസിൻസിന്റെ പ്രസൻസ് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? മിക്സ് വിത്ത് വാട്ടർ, ബേൺ സ്മോൾ ക്വാണ്ടിറ്റി ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പൂൺ, ഡിസോൾവ് ഇൻ ആൽക്കഹോൾ, ടേസ്റ്റ് ഇറ്റ്.
എങ്ങനെയാണ്? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ബേൺ ചെയ്യും. ബേൺ ചെയ്യുന്ന സമയത്ത് പ്യുവർ ആണെങ്കിൽ എന്ത് പറ്റും? അത് ക്യാംഫർ പോലെ ബേൺ ചെയ്യും. നന്നായിട്ട് കത്തും അല്ലേ? നന്നായിട്ട് കത്തും. ഇംപ്യുവർ ആണെങ്കിൽ കത്തിയത്തില്ല, നന്നായിട്ടൊന്നും കത്തില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ക്യാംഫർ പോലെ ഇതെന്ത് ചെയ്യും? കത്തിപ്പിടിക്കും. ആരാണ്? പ്യോർ ഹിഞ്ച് അല്ലെങ്കിൽ അസഫോയിറ്റഡ്. ഇംപ്യുവർ ആണെങ്കിൽ അത് നന്നായിട്ട് കത്തില്ല. ഓക്കെ, സോ ബേൺ സ്മോൾ ക്വാണ്ടിറ്റി ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പൂൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ലെഡ് ക്രോമേറ്റ് ഇൻ വോൾ ടർമറിക്? ലെഡ് ക്രോമേറ്റ് ഇൻ വോൾ ടർമറിക്. ഫുൾ ടർമറിക്കിനകത്ത് ലെഡ് ക്രോമേറ്റിന്റെ പ്രസൻസ് എങ്ങനെ ഡിറ്റക്ട് ചെയ്യും? ടർമറിക് ടേൺസ് ബ്ലാക്ക്, ടർമറിക് ലീവ്സ് കളർ ഇൻ വാട്ടർ ഇമ്മീഡിയറ്റ്ലി, ടർമറിക് ഡിസോൾവ്സ് കംപ്ലീറ്റ്ലി, ടർമറിക് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. അപ്പോൾ ഇതിൽ നോക്കിയേ, ടർമറിക് ബ്ലാക്ക് ആവാറുണ്ടോ? ബ്ലാക്ക് ആവാറില്ല അല്ലേ? അതേപോലെ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുമോ? ഇല്ല അല്ലേ? പിന്നെന്താണ് സംഭവിക്കുക? ടർമറിക് പെട്ടെന്ന് കളറ് പുറത്തേക്ക് റിലീസ് ചെയ്യും. അതായത് പെട്ടെന്ന് കളറ് പുറത്തേക്ക് റിലീസ് ചെയ്യും. സോ ഇമീഡിയറ്റ്ലി കളറ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഇത് രണ്ടും റോങ് ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആവില്ല അല്ലേ? അതായത് ആ കമ്പ് അങ്ങനെ തന്നെ കിടക്കും, പക്ഷേ കളർ പെട്ടെന്ന് പുറത്തോട്ട് റിലീസ് ചെയ്യും. സോ ടർമറിക് ലീവ്സ് കളർ ഇൻ വാട്ടർ ഇമീഡിയറ്റ്ലി. പെട്ടെന്ന് തന്നെ കളർ റിലീസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ഡിറ്റക്ട് ക്ലേ ഇൻ കോഫി പൗഡർ? ക്ലേ കോഫി പൗഡറിൽ നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്താൽ മതി? നമ്മൾ ക്ലേ വരുമ്പോൾ എന്താണ് ചെയ്യുക? വാട്ടറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ? സോ സ്റ്റിർ ഇൻ വാട്ടർ ആൻഡ് ഒബ്സർവ് സെറ്റിലിംഗ്. ക്ലേ എന്ത് പറ്റും? പെട്ടെന്ന് താഴോട്ട് സെറ്റിൽ ആവും. ഓക്കെ, കോഫി പൗഡർ സാധാരണ എന്ത് ചെയ്യും? മുകളിൽ ഇങ്ങനെ കിടക്കും. അപ്പം പ്യോർ കോഫി ആണെങ്കിൽ മുകളിൽ ഇങ്ങനെ കിടക്കും. ക്ലേ എന്ത് ചെയ്യും? താഴെ സെറ്റിൽ ഡൗൺ ചെയ്യും. ഓക്കെ ആണല്ലോ? സോ സ്റ്റിർ ഇൻ വാട്ടർ ആൻഡ് ഒബ്സർവ് സെറ്റിലിംഗ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ബിഹേവിയർ ഓഫ് കോഫി പൗഡർ ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ചിക്കോരി പൗഡർ വെൻ ആഡഡ് ടു വാട്ടർ? ചിക്കോരി പൗഡർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വാട്ടറിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ബിഹേവിയർ ആയിരിക്കും കോഫി പൗഡർ തരിക? എന്ത് ബിഹേവിയർ ആയിരിക്കും? കോഫി പൗഡർ ഡിസോൾവ് കംപ്ലീറ്റ്ലി, കോഫി പൗഡർ ഫ്ലോട്ട് വൈൽ ചിക്കോരി സിങ്ക്, കോഫി പൗഡർ ടേൺസ് ഗ്രീൻ, കോഫി പൗഡർ ചേഞ്ചസ് കളർ. എന്തായിരിക്കും വരിക? ഇതിനകത്ത് കോഫി പൗഡർ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. മുകളിൽ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ കിടക്കും. വെറാസ് ചിക്കോരി പൗഡർ എന്ത് ചെയ്യും? താഴോട്ട് സിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ കളർ ഫോം ചെയ്യും അവിടെ. സോ കോഫി പൗഡർ ഫ്ലോട്ട്സ് വൈൽ ചിക്കോരി സിങ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ഡിറ്റക്ട് അയൺ ഫില്ലിങ്സ് ഇൻ ടീ പൗഡർ? ടീ പൗഡറിൽ അയൺ ഫില്ലിങ്സ് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം? ഈസി ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? നമ്മൾ ഒരു മാഗ്നറ്റ് അതിൻ്റെ അടുത്തൂടെ മൂവ് ചെയ്യിക്കും. സോ മൂവ് എ മാഗ്നറ്റ് ത്രൂ ദ ടീ ലീവ്സ്. ടീ ലീവ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റ് മൂവ് ചെയ്യിക്കുമ്പോൾ എന്ത് പറ്റും? അയൺ ഫില്ലിങ്സ് വന്നിട്ട് ഈ ടീ ലീവ്സിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ അല്ലേ? സോ മൂവ് എ മാഗ്നറ്റ് ത്രൂ ദ ടീ ലീവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് മാലക്കൈറ്റ് ഗ്രീൻ ഇൻ ഗ്രീൻ വെജിറ്റബിൾസ്? ഗ്രീൻ വെജിറ്റബിൾസിൽ മാലക്കൈറ്റ് ഗ്രീൻ വന്നാൽ എങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം? ഓക്കെ, നോ കളർ ചേഞ്ച്, കോട്ടൺ പീസ് ടേൺസ് ഗ്രീൻ വെൻ റബ്ഡ്, വെജിറ്റബിൾ ടേൺസ് റെഡ്, വെജിറ്റബിൾ ഡിസോൾവ്സ് ഇൻ വാട്ടർ. അപ്പം നമ്മൾ കോട്ടൺ എടുത്ത് വെള്ളത്തിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലിലോ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വെജിറ്റബിളിൽ ഒന്ന് റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഈ കോട്ടണിൽ ആ കളർ വരും. സോ വാട്ട് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് മാലക്കൈറ്റ് ഗ്രീൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോട്ടൺ പീസ് ടേൺസ് ഗ്രീൻ വെൻ റബ്ഡ്. കോട്ടൺ പീസ് എന്താവും? ഗ്രീൻ ആയിട്ട് മാറും. റബ്ബ് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ആയിട്ട് മാറും. സോ അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ ക്യാൻ യു ഡിറ്റക്ട് റോഡാമിൻ ബി ഇൻ സ്വീറ്റ് പൊട്ടറ്റോ? സ്വീറ്റ് പൊട്ടറ്റോയിൽ നമുക്ക് എങ്ങനെ റോഡാമിൻ ബി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? സ്വീറ്റ് പൊട്ടറ്റോയിലാണ്. അപ്പം നോക്കിയേ, ബേൺ ദ സ്വീറ്റ് പൊട്ടറ്റോ. ബേൺ ചെയ്യാൻ, സ്വീറ്റ് പൊട്ടറ്റോ ബേൺ ചെയ്യാനാണ് പറയുന്നത്. ഡിസോൾവ് ഇൻ ആൽക്കഹോൾ. ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്യിക്കാൻ പറയുന്നുണ്ട്. റബ്ബ് വിത്ത് എ കോട്ടൺ പീസ് സോക്ഡ് ഇൻ വാട്ടർ ഓർ വെജിറ്റബിൾ ഓയിൽ, ആഡ് ടു വിനെഗർ. ഇതിൽ ഏതാണ് ചെയ്യാൻ പറ്റുക? നമ്മൾ എന്ത് ചെയ്യുന്നത്? കോട്ടൺ പീസ് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ വാട്ടറിൽ സോക്ക് ചെയ്തിട്ട് റബ്ബ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ആ കളറ് കിട്ടുന്നത്. സോ അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ റബ്ബ് വിത്ത് എ കോട്ടൺ പീസ് സോക്ഡ് ഇൻ വാട്ടർ ഓർ വെജിറ്റബിൾ ഓയിൽ, അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അപ്പിയറൻസ് ഓഫ് പപ്പായ സീഡ് മിക്സ്ഡ് വിത്ത് ബ്ലാക്ക് പെപ്പർ? ബ്ലാക്ക് പെപ്പറിൽ മിക്സ് ചെയ്തിരിക്കുന്ന പപ്പായ സീഡിന്റെ അപ്പിയറൻസ് എന്താണ്? അതിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, സ്ട്രങ്കൺ, ഓവൽ, ഗ്രീനിഷ് ബ്രൗൺ ഓർ ബ്രൗണിഷ് ബ്ലാക്ക്, റൗണ്ട് ആൻഡ് വൈറ്റ്, ഓവൽ ആൻഡ് റെഡ്, സ്ക്വയർ ആൻഡ് ഗ്രീൻ.
ഏതാണ്? shrunken, oval, greenish brown or brownish black ആണ്. ഓക്കെ, അപ്പോൾ അത് പിന്നെ നമ്മൾ രണ്ടാമതൊരു ഡിറ്റക്ഷൻ ടെക്നിക്ക് ഉണ്ട്. എന്താണ്? വെള്ളത്തിൽ ആഡ് ചെയ്ത് നോക്കും അല്ലേ. അപ്പം പെപ്പർ ആണെങ്കിൽ എന്ത് പറ്റും? താഴെ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും. ഇൻ കേസ് പപ്പായ സീഡ് ആണെങ്കിൽ, പപ്പായ ആണെങ്കിൽ എന്ത് പറ്റും? മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഓക്കെ, അതൊന്ന് ഓർത്തേക്കണേ. 2 ടെസ്റ്റാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെസ്റ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് സോഡസ്റ്റ് ഇൻ പൗഡേർഡ് സ്പൈസസ്? സോഡസ്റ്റ് ഇൻ പൗഡേർഡ് സ്പൈസസ് ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുക? ബേണിംഗ്, സ്പ്രിംഗ്ലിംഗ് ഓൺ വാട്ടർ, ആഡിങ് ആൽക്കഹോൾ, മിക്സിംഗ് വിത്ത് വിനെഗർ. ഏതാ ചെയ്യാം? സ്പ്രിങ്കിൾ ചെയ്യും അല്ലേ, വാട്ടറിന്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യും. അപ്പോൾ സോഡസ്റ്റ് എന്ത് ചെയ്യും? വാട്ടറിന്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഓക്കെ, അതാണ് അതിന്റെ ഡിറ്റക്ഷൻ, സോഡസ്റ്റിന്റെ ഡിറ്റക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ മെറ്റാലിൻ യെല്ലോ ഇൻ ടർമറിക് പൗഡർ. ഹൗ ഡു യു ഐഡന്റിഫൈ മെറ്റാലിൻ യെല്ലോ ഇൻ ടർമറിക് പൗഡർ? No color change with hydrochloric acid, persistent pink color with hydrochloric acid, color change to green with vinegar, immediate color change to red with water. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ നോക്കിയേ, മെറ്റാലിൻ യെല്ലോ എങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം ഇൻ ടർമറിക് പൗഡർ? എങ്ങനെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ആ യെല്ലോ കളർ എന്തായിട്ട് മാറും? പിങ്ക് ആയിട്ട് മാറും. പ്യോർ ടർമറിക് ആണെങ്കിൽ വാട്ടർ ആഡ് ചെയ്താലും ആ പിങ്ക് എന്താവും? കളർലെസ് അല്ലെങ്കിൽ ഡിസപ്പിയർ ചെയ്യും. പിങ്ക് കളർ ഡിസപ്പിയർ ചെയ്യും. മെറ്റാലിൻ യെല്ലോ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മെറ്റാലിൻ യെല്ലോ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ആ പിങ്ക് കളർ കുറച്ചുകൂടെ ഡാർക്കൻ ആവും. ഒന്നെങ്കിൽ ഒരു റെഡ് കളറായിട്ട് മാറും, അല്ലെങ്കിൽ പിങ്ക് കളർ പേഴ്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ആ പിങ്കിഷ് ഒരു റെഡിഷ് കളറാണ് വരുന്നത് കേട്ടോ. ഒരു പിങ്ക് റെഡിഷ് കളറാണ് വരുന്നത്. സോ പിങ്ക് എന്നും നിങ്ങൾക്ക് ഓപ്ഷനിൽ വരാം, റെഡ് എന്നും വരാം. അപ്പം അത് കൺഫ്യൂസ്ഡ് ആവണ്ട. ഒരു പിങ്ക് റെഡിഷ് കളറാണ് വരിക. ഓക്കെ, അപ്പോൾ അത് പേഴ്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് മെറ്റാലിൻ യെല്ലോയുടെ പ്രസൻസ്. സോ പേഴ്സിസ്റ്റ് പിങ്ക് കളർ വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതാണ് കറക്റ്റ് ആൻസറിൽ വരുന്നത്. പേഴ്സിസ്റ്റ് പിങ്ക് കളർ വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് മെറ്റാലിൻ യെല്ലോയുടെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ, വാട്ട് ഇൻഡിക്കേറ്റ്സ് ആർട്ടിഫിഷ്യൽ സാഫ്രൻ വെൻ സോക്ഡ് ഇൻ വാട്ടർ? വാട്ടറിൽ ആർട്ടിഫിഷ്യൽ സാഫ്രൻ സോക്ക് ചെയ്യുമ്പം എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുക. സാഫ്രൻ ടേൺസ് ഗ്രീൻ, color dissolves completely, saffron sinks, color continues to give saffron color. എന്തായിരിക്കും? കളർ ഡിസോൾവ്സ് കംപ്ലീറ്റ് ആയിട്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ട് വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിസോൾവ് ചെയ്ത് പോകും. ആ കളർ മൊത്തത്തോടെ അങ്ങ് പോകും. പിന്നെ ആ യെല്ലോ കളറിൽ മാത്രമായിരിക്കും ആ മെയ്സ്കോപ്പ് ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് മെത്തേഡ് ഡിറ്റക്ട്സ് ചോക്ക് പൗഡർ ഇൻ കോമൺ സോൾട്ട്? നമുക്കറിയാം അല്ലേ, ഏതാണ്? ബേണിംഗ്, സ്റ്റിറിങ് ഇൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ, ആഡിങ് ആൽക്കഹോൾ, മിക്സിംഗ് വിത്ത് വിനെഗർ. ഈസിയാണ് ചോക്ക് പൗഡർ കണ്ടുപിടിക്കാൻ. അത് കോമൺ സോൾട്ടിലായാലും ഷുഗറിലായാലും നമുക്ക് ഇതിന്റെ പ്രസൻസ്, അതായത് ചോക്കിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്റ്റിർ ഇൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ, വാട്ടറിന്റെ ഒരു ഗ്ലാസ് വാട്ടർ എടുത്തിട്ട് അതിനകത്ത് സ്റ്റിർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, വിച്ച് മെത്തേഡ് ഡിറ്റക്ട് ഫോറിൻ റെസിൻ ഇൻ അസഫോയിറ്റഡ് ഹിഞ്ച്? ഇത് ഓൾറെഡി നമ്മൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഒന്ന് കമന്റ് ചെയ്തേക്കോ കേട്ടോ. കാണുന്നവർക്ക് ഒന്ന് കമന്റ് ചെയ്യാം. ഇതിന്റെ ആൻസർ ചെയ്തായിരിക്കും വരിക. മിക്സിംഗ് വിത്ത് വിനെഗർ, ബേണിംഗ് ഇൻ എ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പൂൺ, ഡിസോൾവിംഗ് ഇൻ വാട്ടർ, ആഡിങ് ആൽക്കഹോൾ. ഇതിലേതാ വരിക? ബേണിംഗ് ഇൻ എ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പൂൺ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടെസ്റ്റ് ഡിറ്റക്ട്സ് അയൺ ഫില്ലിംഗ് ഇൻ ടീ പൗഡർ? ടീ പൗഡറിൽ അയൺ ഫില്ലിങ്ങിനെ എങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം? എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം? ബേണിംഗ്, മൂവിങ് എ മാഗ്നറ്റ് ത്രൂ ദ ടീ ലീവ്സ്, ഡിസോൾവിംഗ് ഇൻ വാട്ടർ, മിക്സിംഗ് വിത്ത് ആൽക്കഹോൾ. ഇത് നേരെ തിരിച്ചും ചോദിക്കാം. മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് സെപ്പറേറ്റ് ചെയ്യാം? എന്ത് സെപ്പറേറ്റ് ചെയ്യാം? അയൺ ഫില്ലിങ്സ് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെന്താണ്? മൂവിങ് എ മാഗ്നറ്റ് ത്രൂ ദ ടീ ലീവ്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അഡൾട്ടറന്റ് ഇൻ ബ്ലാക്ക് പെപ്പർ ഈസ് ഐഡന്റിഫൈഡ് ബൈ ഇറ്റ്സ് ഷേപ്പ് ആൻഡ് കളർ? ഏത് അഡൾട്ടറന്റിനാണ്, അതായത് ബ്ലാക്ക് പെപ്പറിലുള്ള ഏത് അഡൾട്ടറന്റിനെയാണ് നമ്മൾ അതിന്റെ ഷേപ്പും കളറും വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്? ഏത് അഡൾട്ടറന്റ് ആണ്? സോഡസ്റ്റ്, പപ്പായ സീഡ്, ലെഡ് ക്രോമേറ്റ്, ഫോറിൻ റെസിൻ. ഏതാണത്? പപ്പായ സീഡ്. സോഡസ്റ്റ് നമ്മൾ എവിടെയാണ് ആഡ് ചെയ്യുക? പൗഡേർഡ് ആയിട്ടുള്ള സ്പൈസസിലാണ് ആഡ് ചെയ്യുന്നത്. ലെഡ് ക്രോമേറ്റ് നമ്മൾ ഇതിനകത്താണ് ആഡ് ചെയ്തത്? വോൾ ടർമറിക്കിനകത്താണ് ആഡ് ചെയ്യുന്നത്. ഫോറിൻ റെസിൻ നമ്മൾ ഹിങ്കിലാണ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അസഫോയിറ്റിഡ അല്ലെങ്കിൽ ഹിങ്കിനകത്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, സോഡസ്റ്റ് പൗഡേർഡ് സ്പൈസസിൽ, പപ്പായ സീഡ് നമ്മൾ ബ്ലാക്ക് പെപ്പറിലാണ് ആഡ് ചെയ്യുന്നത്, പിന്നെ ലെഡ് ക്രോമേറ്റ് വോൾ ടർമറിക്കിലാണ്,
ഫോറിൻ റെസിൻസ് നമ്മൾ ഹിങ്ക് അല്ലെങ്കിൽ അസഫോയിറ്റഡയിൽ കായത്തിലാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ പപ്പായ സീഡ്സ് ആണ് ബ്ലാക്ക് പെപ്പറിന്റെ ഷേപ്പ് ആൻഡ് കളർ വെച്ചിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പെർസിസ്റ്റന്റ് പിങ്ക് കളർ ഇൻഡിക്കേറ്റ് ഇൻ ദ ടർമറിക് പൗഡർ? ടർമറിക് പൗഡറിൽ എന്ത് വരുമ്പോഴാണ് ഈ പെർസിസ്റ്റന്റ് പിങ്ക് കളർ കിട്ടുന്നത്? എന്തിന്റെ പ്രസൻസ് ആണ്? പ്രസൻസ് ഓഫ് ജെനുവിൻ ടർമറിക്, പ്രസൻസ് ഓഫ് മെറ്റാലിൻ യെല്ലോ, പ്രസൻസ് ഓഫ് ലെഡ് ക്രോമേറ്റ്, പ്രസൻസ് ഓഫ് ചോക്ക് പൗഡർ. ടർമറിക്കിൽ എന്തിന്റെ പ്രസൻസ് ആണ് ആ ഒരു പെർസിസ്റ്റന്റ് പിങ്ക് വരുന്നത്? എന്തിന്റെ പ്രസൻസ് ആണ്? ടർമറിക്കിൽ മെറ്റാലിൻ യെല്ലോ വരുമ്പോഴാണ്. സോ മെറ്റാലിൻ യെല്ലോ വരുമ്പോഴാണ് ആ ഒരു പെർസിസ്റ്റന്റ് പിങ്ക് കളർ വരുന്നത്. എപ്പോഴാണ് അത് വരിക? വെൻ വി ആഡ് കോൺസെൻട്രേറ്റഡ് HCl. കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു പിങ്ക് കളർ കിട്ടുന്നത്. പ്യോർ ടർമറിക് ആണെങ്കിൽ എന്ത് പറ്റും? ആ പിങ്ക് കളർ ഡിസപ്പിയർ ചെയ്യും. കുറച്ച് ഡയലൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഇറ്റ് വിൽ ഡിസപ്പിയർ ഓൺ ഡയലൂഷൻ. ഡയലൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ദാറ്റ് പിങ്ക് കളർ വിൽ ഡിസപ്പിയർ. ഡയലൂട്ട് ചെയ്യുമ്പോൾ പിങ്ക് കളർ ഡിസപ്പിയർ ചെയ്യും. ഇഫ് ദ ടർമറിക് ഈസ് പ്യോർ ആണെങ്കിൽ എന്ത് പറ്റും? പിങ്ക് കളർ ഡിസപ്പിയർ ചെയ്യും ഡയലൂട്ട് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ എന്ത് പറ്റും? പിങ്ക് കളർ പെർസിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ പ്രസൻസ് ഓഫ് മെറ്റാലിൻ യെല്ലോ ആണ് നമ്മൾ അത് വെച്ചിട്ട് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അപ്പിയറൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ സാഫ്രൺ വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ? എന്ത് പറ്റും അത്? ഇറ്റ് വിൽ ഡിസോൾവ്സ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയിപ്പോ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. ചോക്ക് പൗഡർ ഇൻ കോമൺ സോൾട്ട് മേക്ക് ദ സൊല്യൂഷൻ വൈറ്റ് വെൻ സ്റ്റിർ ഇൻ വാട്ടർ. നെക്സ്റ്റ്, iodized salt does not change color when added to potato and lemon juice. Pure asafoetida or hinge burns like camphor while adulterated hinge does not produce a bright flame. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ചോക്ക് പൗഡർ എന്ത് തരും? ഒരു വൈറ്റ് കളർ തരും സ്റ്റിർ ചെയ്യുന്ന സമയത്ത്. അയഡൈഡ് സോൾട്ട് എന്താണ്? പൊട്ടറ്റോ ആൻഡ് ലെമൺ ജ്യൂസിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? പിങ്ക്, അവിടെ ഒരു ബ്ലൂ കളർ ഫോം ചെയ്യും. ബ്ലൂ കളർ, അപ്പൊ ഡസ് നോട്ട് എന്നല്ല, അപ്പൊ ഇത് റോങ് ആണ്. പ്രൊഡ്യൂസ് എ ബ്ലൂ കളർ. പ്യോർ അസഫോയിറ്റഡ് അല്ലെങ്കിൽ ഹിഞ്ച് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ബേൺ ചെയ്യും ലൈക്ക് ക്യാംഫർ. അപ്പൊ അതും ശരിയാണ്. സോ 1 and 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 1 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? Malachite green in green vegetable can be detected by rubbing with a cotton piece soaked in water or vegetable oil. Next, rhodamin B in sweet potato is detected by a color change when rubbed with a cotton piece soaked in water or vegetable oil. Papaya seed mixed with black pepper are round and white. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഓക്കെ, പപ്പായ സീഡ് മിക്സ്ഡ് വിത്ത് ബ്ലാക്ക് പെപ്പർ റൗണ്ട് ആൻഡ് വൈറ്റ് ആണെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. രണ്ടാമത്തെ, റോഡാമിൻ ബി അതെങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക? കോട്ടൺ പീസ് സോക്ഡ് ഇൻ വാട്ടർ ഓർ വെജിറ്റബിൾ ഓയിൽ ആണ്. അതേപോലെ മാലക്കൈറ്റ് ഗ്രീനും നമ്മൾ അങ്ങനെ തന്നെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഇതിൽ ഏതാണ്? ക്ലേ ഇൻ കോഫി പൗഡർ സെറ്റിൽഡ് അറ്റ് ദ ബോട്ടം വെൻ സ്റ്റിർഡ് ഇൻ വാട്ടർ. ചിക്കോരി പൗഡർ ഇൻ ദ കോട്ടൺ ഫ്ലോട്ട് ഓൺ വാട്ടർ വൈൽ കോഫി പൗഡർ സിങ്ക്. അയൺ ഫില്ലിംഗ് ഇൻ ടീ പൗഡർ ക്യാൻ ബി ഡിറ്റക്ട് യൂസിങ് മാഗ്നറ്റ്. അപ്പോൾ ഈ അയൺ ഫില്ലിംഗ് നമ്മൾ മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ചിക്കോരി പൗഡർ ഇൻ കോഫി ഫ്ലോട്ട് ചെയ്യാണോ? ചിക്കോരി പൗഡർ സിങ്ക് ചെയ്യും. സോ ഇത് തെറ്റാണ്. ക്ലേ ഇൻ കോഫി പൗഡർ എന്ത് ചെയ്യും? സെറ്റിൽ ഡൗൺ ചെയ്യും. സോ ഇതും കറക്റ്റ് ആണ്. അപ്പം 1 and 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഏതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 2 ഒള്ളിയാണ്. ഇൻകറക്റ്റ് ആണ്. സോ 2 ഒള്ളിയാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇവിടെ എന്താണ്? ചിക്കോരി പൗഡർ സിങ്ക് ആണ് ചെയ്യുന്നത്. കോഫി പൗഡർ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ അതാണ് റോങ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? പ്യോർ ടർമറിക് വിൽ ലീവ് എ ബ്രൈറ്റ് കളർ ഇൻ വാട്ടർ വെൻ എ സ്മോൾ പീസ് ഈസ് ആഡഡ്. സോഡസ്റ്റ് ഇൻ പൗഡേർഡ് സ്പൈസസ് വിൽ ഫ്ലോട്ട് വെൻ സ്പ്രിങ്കിൾഡ് ഓൺ വാട്ടർ. Lead chromate in whole turmeric is indicated by the immediate color change in water. അപ്പോൾ നോക്കിയേ,
പ്യോർ കളർ ഒരു ബ്രൈറ്റ് കളർ തരും വാട്ടറിൽ ഒരു സ്മോൾ പീസ് ആഡ് ചെയ്യുമ്പോൾ. സോഡസ്റ്റ് പൗഡേർഡ് സ്പൈസസിലുള്ള സോഡസ്റ്റ് ഫ്ലോട്ട് ചെയ്യും. ഓക്കെ. ലെഡ് ക്രോമേറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കളർ തരും. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് കളർ തരുമോ? ഇല്ല. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? Papaya seeds mixed with black pepper are shrunken, oval and greenish brown or brownish black in color. Genuine saffron does not break easily and continue to give its color in water as long as it lasts. Artificial saffron dissolve completely in water unlike genuine saffron. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ബ്ലാക്ക് പെപ്പറിൽ വരുന്ന പപ്പായ സീഡ്സ് എന്താണ്? ഓവലാണ്, ഗ്രീനിഷ് ബ്രൗൺ ആണ്, ഷ്രങ്കൺ ആണ്. ഓക്കെ. ആർട്ടിഫിഷ്യൽ സാഫ്രൺ ഡിസോൾവ് ചെയ്യും. എങ്ങനെയാണ്? കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യും. ഇത് ഡസ് ആണ് കേട്ടോ, ഡസ് ആണേ. അൺലൈക്ക് ജെനുവിൻ സാഫ്രൺ. അതേപോലെ ജെനുവിൻ സാഫ്രണും എന്ത് ചെയ്യും? ഈസിലി ആയിട്ട് ബ്രേക്ക് ചെയ്യും. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് കളറ് തരും. സോ ഓൾ ഓഫ് ദം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പോൾ അത്രയാണ് നമ്മളുടെ ഡിറ്റക്ഷൻ ഓഫ് അഡൾട്ടറന്റ് എന്നുള്ള ഒരു സെക്ഷൻ. അപ്പം നമുക്ക് പല ടൈപ്പ് അഡൾട്ടറന്റ് ഉണ്ടല്ലേ, അതായത് ഓരോ ഫുഡിനകത്തും പല ടൈപ്പ് അഡൾട്ടറന്റ് ആണ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ അഡൾട്ടറന്റിനെ ഡിറ്റക്ട് ചെയ്യണം. അത് നമുക്ക്, അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ആയിട്ടുള്ള ഒരാൾ ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ സർവീസിൽ കയറുമ്പോഴും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാവുന്ന ഒരു സെക്ഷനാണ് ഡിറ്റക്ഷൻ. ഏതൊക്കെയാണ് വരുന്ന, അല്ലെങ്കിൽ ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന അഡൾട്ടറന്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതെന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മിൽക്കിൻ്റെ അഡൾട്ടറൻറ്റും അതിൻ്റെ ഡിറ്റക്ഷനും നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ചോദിക്കാൻ ചാൻസ് ഉള്ളത് മിൽക്കിൻ്റെ ആണ്, കുറച്ച് കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മിൽക്കിൻ്റെ അഡൾട്ടറൻറ്റ് ഏതാണെന്നും അതെങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ. അപ്പം അത്രയാണ് ഡിറ്റക്ഷനിൽ വരുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു എവ്രിവൺ.